ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് ഭാഗം 17. എനിക്ക് കർത്താവിനെ അനുസരിക്കണം. ഞാൻ പള്ളിയിൽ പോകുന്നത് ഒരു വലിയ പ്രശ്നമായിരുന്നു. എനിക്ക് പള്ളിയിൽ പോകാൻ വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ ഒരിക്കലും എൻ്റെ അപ്പൻ അത് സമ്മതിക്കുമായിരുന്നില്ല. ഒരിക്കലുമില്ല എന്ന് എൻ്റെ അപ്പൻ വീണ്ടും വീണ്ടും പറഞ്ഞു. വാസ്തവത്തിൽ കർത്താവിൻ്റെ ആലയത്തെക്കുറിച്ച് ഞങ്ങൾ തമ്മിൽ തർക്കമുണ്ടായ ഒരേ ഒരു സംഭാഷണം അതായിരുന്നു. മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുന്നത് അചിന്തനീയമാണെന്ന് പൗരസ്ത്യർ കരുതുന്നു. എന്നാൽ ഇപ്പോൾ എനിക്ക് 21 വയസ്സായി. അങ്ങ് ആഗ്രഹിക്കുന്ന ഏത് കാര്യത്തിലും ഞാൻ അങ്ങേ അനുസരിക്കും. പക്ഷേ പള്ളിയിൽ പോകുന്ന കാര്യത്തിൽ ഞാൻ അങ്ങേ അനുസരിക്കില്ല എന്ന് എൻ്റെ പിതാവിനോട് പറയാൻ ഞാൻ ധൈര്യം സംഭരിച്ച രാത്രി ഞാൻ ഇന്നും വ്യക്തമായി ഓർക്കുന്നു. എനിക്ക് കർത്താവിനെ അനുസരിക്കണം. അദ്ദേഹം സ്തബ്ധനായി. അദ്ദേഹം കൂടുതൽ ദേഷ്യപ്പെടുന്നതായി തോന്നി. ബഹുമാനത്തിനൊപ്പം അനുസരണയുള്ളവനായിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചു. ഇന്ന് രാത്രി ഞാൻ മീറ്റിങ്ങിന് പോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം വേണ്ട എന്ന് പറയും. ഞാൻ എൻ്റെ മുറിയിൽ പോയി പ്രാർത്ഥിക്കും. ദയവായി കർത്താവേ, അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറ്റൂ. പിന്നെ ഞാൻ താഴേക്ക് വീണ്ടും വന്ന് ചോദിക്കും, ഞാൻ പോയിക്കോട്ടെ. അദ്ദേഹം ഉരുളും, ഇല്ല, ഞാൻ തിരികെ പോകും. അങ്ങനെ ക്രമേണ അദ്ദേഹം കീഴടങ്ങാൻ തുടങ്ങി. അതൊരു തോൽവി പോരാട്ടമാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഞായറാഴ്ചകളിലെ ശുശ്രൂഷയ്ക്കായി കാറ്റക്കോമ്പസ് മറ്റൊരു കെട്ടിടം വാടകയ്ക്കെടുത്തു. ഞാൻ എപ്പോഴും അവിടെ തന്നെയായിരുന്നു. ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ബൈബിൾ പഠനങ്ങളും ശനിയാഴ്ച രാത്രിയിൽ യുവജന യോഗവുമൊക്കെയായിരുന്നു. ഈ മീറ്റിങ്ങുകൾ എൻ്റെ മുഴുവൻ ജീവിതമായി മാറി. എൻ്റെ പരിവർത്തനത്തിന് ശേഷമുള്ള 2 വർഷങ്ങളിൽ എൻ്റെ ആത്മീയ വളർച്ച ഒരു റോക്കറ്റ് ഭ്രമണപഥത്തിലേക്ക് നീങ്ങുന്നത് പോലെയായിരുന്നു. 1973 അവസാനത്തോടെ മെർവും മെർല വാട്സണും ആരാധനയിലും ഗാനാലാപനത്തിലും നേതൃത്വം നൽകാൻ പ്ലാറ്റ്ഫോമിൽ ചേരാൻ എന്നെ ക്ഷണിച്ചു. പക്ഷെ എനിക്ക് പരസ്യമായി സംസാരിക്കാൻ കഴിഞ്ഞില്ല. അഭിഷിക്തനായ ഫ്രീ മെത്തഡിസ്റ്റ് പാസ്റ്റർ ജിം പോയിന്ററിനെ ഞാൻ അവിടെ വെച്ചാണ് കണ്ടുമുട്ടുന്നത്. ഒരു ദിവസം അദ്ദേഹം കർത്താവിന്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ മാളിലെ കിയോസ്കിന് സമീപം വന്നു. അപ്പോഴാണ് പിറ്റ്സ്ബർഗിലെ കുൽമാൻ മീറ്റിങ്ങിന് തന്നോടൊപ്പം പോകുവാൻ അദ്ദേഹം എന്നെ ക്ഷണിച്ചത്. ആ മീറ്റിങ്ങിന് ശേഷം പരിശുദ്ധാത്മാവുമായുള്ള എൻ്റെ വ്യക്തിപരമായ കൂടിക്കാഴ്ച അതിശയകരമായിരുന്നു. പക്ഷേ എനിക്ക് ദൈവം വെളിപ്പെടുത്തിയതിൻ്റെ മാനങ്ങൾ മനസ്സിലാക്കാൻ കുറച്ച് ദിവസമെടുത്തു. ഏതാണ്ട് ഇതേ സമയത്താണ് ഞാൻ ജോലി മാറിയത്. ടൊറന്റോയിലെ കത്തോലിക്ക സ്കൂൾ ബോർഡിൽ ഫയലിംഗ് ക്ലർക്ക് ജോലിയാണ് ലഭിച്ചത്. ദൈവം എൻ്റെ ജീവിതത്തിൽ എന്താണ് ചെയ്യുന്നതെന്നോർത്ത് എൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ഞാൻ ജോലി പൂർത്തിയായ നിമിഷം വീട്ടിലേക്ക് പോയി മുകളിലേക്ക് ഓടിച്ചെന്ന് പരിശുദ്ധാത്മാവിനോട് സംസാരിക്കാൻ തുടങ്ങി. ഓ പരിശുദ്ധാത്മാവേ, നിന്നോടൊപ്പം ഇവിടെ തനിച്ചായിരിക്കാൻ എനിക്ക് കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതെ, അവൻ എപ്പോഴും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. എൻ്റെ കിടപ്പുമുറി വളരെ പവിത്രവും പ്രത്യേകവുമായ ഒരു സ്ഥലമായി മാറി. ഞാൻ ദിവസം മുഴുവൻ വീട്ടിൽ തന്നെ ആയിരിക്കുമ്പോൾ അവനുമായി വ്യക്തിപരമായ ഒരു കൂട്ടായ്മ നടത്തിയിരുന്നു. പരിശുദ്ധാത്മാവുമായുള്ള കൂട്ടായ്മ. ഞാൻ ജോലി സ്ഥലത്തോ മുറിയിലോ അല്ലായിരിക്കുമ്പോൾ ഞാൻ പള്ളിയിൽ പോകാൻ ശ്രമിച്ചു. പക്ഷേ എനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ ആരോടും പറഞ്ഞില്ല. രാവിലെ ഞാൻ വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ അവൻ എന്നോടൊപ്പം വന്നു. എൻ്റെ അരികിൽ ആരോ ഉണ്ടെന്ന് എനിക്ക്. ബസ്സിലിരിക്കുമ്പോൾ അവനോട് സംസാരിക്കാനുള്ള ആഗ്രഹം എനിക്ക് തോന്നി. പക്ഷേ ആളുകൾ എന്നെ ഭ്രാന്തനെന്ന് കരുതുന്നത് ഞാൻ ആഗ്രഹിച്ചില്ല. ജോലി സ്ഥലത്ത് പോലും ഞാൻ അവനോട് കാര്യങ്ങൾ മന്ത്രിച്ച സമയങ്ങളുണ്ടായിരുന്നു. ഉച്ചഭക്ഷണ സമയത്ത് അവൻ എൻ്റെ കൂട്ടാളിയായിരുന്നു. എല്ലാ ദിവസവും ഞാൻ വീട്ടിലെത്തുമ്പോൾ ആ പടികൾ കയറി മുറിയുടെ വാതിൽ പൂട്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ് എന്ന് ഞാൻ പരിശുദ്ധാത്മാവിനോട് പറയുമായിരുന്നു. എൻ്റെ ആത്മീയയാത്ര അങ്ങനെ തുടർന്നു.